സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല രീതിയിൽ ഇസബെല്ലയും കെവിനും അരുന്ധതിയും ശ്രമിച്ചിട്ടും നന്ദൻ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ അരുന്ധതി പുതിയൊരു പ്ലാനുമായിട്ട് ഇറങ്ങുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും അരുന്ധതിയുടെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളുടെ കെവിൻ ചെന്നിട്ട് പ്രഭാവതിയോട് ഇങ്ങനെ നന്ദനെ മധുരയിൽ വെച്ച് ആരോ കണ്ടെന്നൊക്കെ പറയുമ്പം പ്രഭാവതി അത് സത്യമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ കെവിൻ്റെ പ്ലാൻ എന്താണെന്നൊന്നും പ്രഭാവതിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ദേവിക വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ദേവിക എസ്തപ്പാനെ കാണാൻ പോകുന്നുണ്ട്. എസ്തപ്പാനെ ചെന്ന് കാണുമ്പം ദേവിക നന്ദൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം എസ്തപ്പാൻ പറയുന്നുണ്ട്, മോളൊന്നും ഓർത്ത് പേടിക്കണ്ട, നന്ദൻ എൻ്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. പിന്നെ കെവിൻ അങ്ങനെ വന്ന അമ്മയോട് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പം അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട് മോളെ, നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അത് നന്ദനോട് ചോദിച്ചിട്ട് നന്ദനൊന്നും പറയണില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എന്തായാലും അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യട്ടെ, അധികം വൈകാതെ തന്നെ അവരുടെ എല്ലാ അഭ്യാസങ്ങളും ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ ദേവിക വീണ്ടും കാറിൽ കയറി വരുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക ഇപ്പോൾ ആരെ കാണാൻ പോയതാന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ടനോട് തൽക്കാലം എനിക്കതൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും 2 ദിവസം കൂടി മുരളിയേട്ടൻ ക്ഷമിക്കുക, ഇത്രയും ദിവസം ക്ഷമിച്ചില്ലേ, അപ്പോഴത്തേക്കും നന്ദു നമ്മുടെ വീട്ടിലെത്തുന്നു. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നന്ദൻ എവിടെയൊന്ന് ദേവികയ്ക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം അതല്ലേ മുരളിയേട്ടൻ ഞാൻ പറഞ്ഞ, എന്തായാലും 2 ദിവസം കൂടി മുരളിയേട്ടനൊന്ന് ക്ഷമ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ്. രജനിയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഇതേസമയം പ്രഭാവതി നന്ദൻ മധുരയിൽ ഉണ്ടാവും എന്നുള്ള വിചാരത്തിൽ നന്ദനെ എങ്ങനെയെങ്കിലും മധുരയിൽ പോയി കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് രജനിയുടെ കോള് വരുന്നത്. കോൾ എടുത്തതും അമ്മേ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മോളെ നന്ദനെക്കുറിച്ച് ഒരു വിവരമുണ്ട്, എന്ത് വിവരം അമ്മയെന്ന് ചോദിച്ചതും നന്ദനെ കെവിൻ്റെ ഒരു കൂട്ടുകാരൻ മധുരയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് ആരും അന്വേഷിക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ആരോട് പറയാനാ, ഞാൻ സിദ്ധുവിനോട് പറഞ്ഞു, സിദ്ധു അത് വലിയ ഗൗരവത്തിലൊന്നും എടുക്കണില്ല. പിന്നെ കെവിൻ വേറൊരു കാര്യവും കൂടി പറഞ്ഞായിരുന്നു, നന്ദൻ ആ ഡിപ്രഷനായിരുന്ന സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു എന്ന്. അത് കേട്ടതും രജനിയാണെങ്കിൽ പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇനി അവനെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, നന്ദൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് പേടിയുണ്ട്, എല്ലാവരും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വരുമ്പം അവനക്ക് എന്താ പാടില്ലാത്ത, എന്തായാലും ഞാൻ സിദ്ധുവിനോട് ഒരുപാട് പറഞ്ഞിട്ടും സിദ്ധുവിനൊരു കുലുക്കമില്ല. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ വീട്ടിലോട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ, നീ ഇങ്ങോട്ട് വരണ്ട, നീ ഇവിടെ വന്നാൽ കൂടുതൽ പ്രശ്നമാവുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ സിദ്ധുവിനോട് സംസാരിച്ചോളാം. അപ്പോൾ ഹരിയങ്കിൾ എന്നെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഹരിയങ്കിൾ പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവുന്ന, പക്ഷേ എനിക്കിപ്പോൾ അതിൽ വിശ്വാസമൊന്നും ഇല്ലാണ്ടായേക്കുക. നന്ദനെ മധുരയിൽ വെച്ച് കെവിൻ്റെ ഫ്രണ്ട് കണ്ടെങ്കിൽ നന്ദൻ മധുരയിൽ തന്നെ ഉണ്ടാവും, അവിടെ ചെന്ന് അന്വേഷിച്ചാലേ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ മോനക്ക് എന്ത് പറ്റി കാണുമോ, എൻ്റെ മോൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ള പേടി എനിക്കുണ്ടെന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എന്തായാലും ഗിരി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഗിരിനോട് പറഞ്ഞ് ആരെയെങ്കിലും വിട്ട് മധുരയിൽ അന്വേഷിപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പോയി അന്വേഷിക്കാം അമ്മയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഈ പ്രഭാവതിയോട് കെവിൻ ഇങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ ചിന്തിക്കുന്നുണ്ട്, കെവിൻ എന്തുകൊണ്ടായിരിക്കുമോ പ്രഭയോട് അങ്ങനെ വന്ന് പറഞ്ഞത്, നന്ദൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിരിക്കുമോ, അതോ ഇനിയിപ്പോൾ കെവിനും എല്ലാവരും ചേർന്ന് നന്ദനെ അപായപ്പെടുത്തി കാണുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഹരിയങ്കളിന് ഫോൺ വിളിക്കുന്നുണ്ട്. ഹരിയങ്കൾ ഫോൺ എടുത്തതും എന്താ സിദ്ധു എന്ന് ചോദിക്കുമ്പം ഹരിയേട്ട, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഇന്ന് കെവിൻ പ്രഭയെ കാണാൻ വന്നിരുന്നു, എന്നിട്ട് പ്രഭയോട് നന്ദനെ ആരോ മധുരയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രഭ ഭയങ്കര പ്രശ്നമാണ്. ആ സമയത്ത് ഹരിയേട്ടൻ പറയുന്നുണ്ട്, അതിന് പ്രഭ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ, നന്ദനെ മധുരയിൽ വെച്ച് കണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പം അല്ല, കെവിൻ വേറെ കുറച്ച് കാര്യവും കൂടി പറഞ്ഞു. അന്ന് നന്ദൻ ഡിപ്രഷനായിട്ടിരുന്ന സമയത്ത് എപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു എന്നും ഈ കെവിനോട് പറയാറുണ്ടായിരുന്നു എന്നും. അപ്പോൾ പ്രഭയ്ക്കൊരു പേടി, ഇനിയിപ്പോൾ നന്ദൻ വല്ല ആത്മഹത്യയും ചെയ്യുമെന്നാണ്. ആ സമയത്ത് ഹരിയങ്കൾ പറയുന്നുണ്ട്, ഞാൻ പ്രഭയോട് എത്ര പ്രാവശ്യം പറഞ്ഞു, പ്രഭ ധൈര്യമായിട്ടിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല, 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിഞ്ഞ് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു. എന്നിട്ട് പ്രഭ വീണ്ടും ഇങ്ങനെ ആരെങ്കിലും പറയണായിട്ട് സങ്കടപ്പെടണ എന്തിനാന്ന് ചോദിക്കുമ്പം നമുക്ക് എന്ത് പറയാനാ ഹരിയേട്ടാ, പ്രഭ ഒരമ്മയല്ലേ, മകനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടായാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഹരിയങ്കൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് സിദ്ധു പറഞ്ഞില്ലേ, എന്തായാലും ഒരു ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം പ്രഭയ്ക്ക് ആശ്വാസമുള്ള വാർത്ത തന്നെ കിട്ടുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും ഈ ഋഷിനെയും CPനെയാണ്. CP എടുത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും കെവിൻ അവിടെ ചെന്ന് പ്രഭാവതിയോട് പറഞ്ഞിട്ടുണ്ട് നന്ദനെ മധുരയിൽ വെച്ച് ആരൊക്കെയോ കണ്ടുവെന്ന്. ആ സമയത്ത് പ്രഭാവതി അത് വിശ്വസിച്ചിട്ടുണ്ടെന്ന്. ആ സമയം CP പറയുന്നുണ്ട്, നന്ദൻ അവരുടെ കസ്റ്റഡിയിലാണെങ്കിൽ അങ്ങനെ പ്രഭാവതി അത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ മേഡം എന്ന് പറയുമ്പം
അരുന്ധതി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പറയണത്. എന്തായാലും നന്ദൻ പ്രഭാവതിയുടെയോ അവിടെയുള്ളവരുടെ കസ്റ്റഡിയിലില്ല. വേറെ ആരോ നന്ദനെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. അത് ആരാന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോൾ പ്രഭാവതി അറിയാണ്ട് ദേവികയും സിദ്ധാർത്ഥനും ചേർന്ന് നന്ദനെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചതാണോന്ന് അറിയില്ല. എന്തായാലും അവർ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കളം മാറ്റി ചവിട്ടണം, ഇല്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകുമെന്ന് പറയുമ്പം CP ചോദിക്കുന്നുണ്ട് മേഡം എന്താ ഉദ്ദേശിക്കണേന്ന്. സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം അവരെ തന്നെ അറിയിക്കാം, അല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് വേണ്ടമ്മേ അത് ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോകില്ല എന്ന് ചോദിക്കുമ്പം ഇല്ല മോനെ നമ്മൾ ഒരിക്കലും തോക്കില്ല, നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. പിന്നെ നമ്മൾ നന്ദനെതിരെ കേസൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെ അത് ബാധിക്കണ കേസല്ല, എല്ലാം നന്ദൻ്റെ ഒരു തെറ്റിദ്ധാരണയെന്ന് വിചാരിച്ചോളൂ എന്ന്. ആ സമയത്ത് ഋഷി പിന്നെ എതിർക്കാനൊന്നും നിൽക്കണില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ കൈവിട്ടു പോയ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോയാൽ പ്രശ്നമാവുമെന്ന് ഋഷിക്കും മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് CP പറയുന്നുണ്ട് മേഡത്തിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അതുപോലെ നടക്കട്ടെ ഋഷിമോനെ, ഇനി ഋഷിമോനായിട്ട് അതിന് തടസ്സമൊന്നും നിൽക്കണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലേനെയാണ്. കെവിൻ വന്നതും ഇസബെല്ല ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ചന്ദ്രോത്ത് പോയിട്ട് പ്രഭയാൻറ്റീനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഉവ്വല്ല ഞാൻ പ്രഭയാൻറ്റീനെ കണ്ടു, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല അവിടുത്തെ കാര്യങ്ങൾ. ഞാൻ നന്ദനെ മധുരയിൽ വെച്ച് എൻ്റെ ഫ്രണ്ട് കണ്ടെന്ന് പറഞ്ഞപ്പം പ്രഭയാൻറ്റി അത് വിശ്വസിച്ചു. എത്രയും പെട്ടെന്ന് ഒരു കാറ് വിളിച്ച് നന്ദനെ അന്വേഷിച്ച് മധുരയ്ക്ക് പോകാമെന്നാണ് പറയണേന്ന്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട് ഇനി അത് അവരുടെ അഭിനയം വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ബെല്ല അവരുടെ അഭിനയം ഒന്നുമല്ല, അവർ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ട് നന്ദന അവിടെ ഉണ്ടെന്ന്. എന്തായാലും എത്രയും പെട്ടെന്ന് കാറുമായിട്ട് പോയി നന്ദനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരണമെന്ന് എന്നോട് പറഞ്ഞേന്ന്. അന്നേരം ബെല്ല ചോദിക്കുന്നുണ്ട് എന്നിട്ട് പ്രഭയാൻറ്റി അത് വേറെ ആരോടും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ദേവികേനോടും സിദ്ധാർത്ഥൻ സാറിനോടും പറഞ്ഞ് എത്രയും പെട്ടെന്ന് നന്ദനെ തിരഞ്ഞ് പോകണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പ്രഭയാൻറ്റി ഇരുന്നത്. പിന്നെ പ്രഭയാൻറ്റിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞു. അതെന്താ കെവിനെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, നന്ദൻ ഡിപ്രഷനായിട്ടിരുന്ന സമയത്ത് എപ്പോഴും മരിക്കണം എന്ന് പറയുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പ്രഭയാൻറ്റിയോട് പറഞ്ഞു. അത് കേട്ടതും പ്രഭയാൻറ്റിക്ക് നല്ല പേടിയായിട്ടുണ്ട്, നന്ദൻ ഇനി വലിയ ആത്മഹത്യയും ചെയ്യുമോ ഓർത്ത്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട് അവരുടെ ആ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ നന്ദൻ എവിടെയാണെന്നുള്ള വിവരം പ്രഭാവതിക്ക് അറിയില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവൻ മധുരയിലുണ്ടെന്ന് നീ പറഞ്ഞ സമയത്ത് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് അത് നേരമല്ല, അവരുടെ പാവമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നന്ദൻ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല. പിന്നെ നന്ദൻ്റെ മരണകാരണമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവരാണെങ്കിൽ ആകെ പേടിച്ചിട്ടുണ്ട്, സ്വന്തം മകൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിചാരത്തിൽ അവർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എവിടെ പോയി നന്ദനെ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. പിന്നെ അരുന്ധതി മേഡം വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നണേന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട് അവരെന്ത് പ്ലാൻ ചെയ്താലും നമ്മളുടെ ഇഷ്ടത്തിനേ കാര്യങ്ങൾ നടക്കാവുള്ളൂ. ഇനിയിപ്പോൾ അവരുടെ പ്ലാൻ അനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പം അത് നമുക്ക് ദോഷമായിട്ട് വരരുതെന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട് ഇല്ല ബെല്ല മേഡം അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല, എന്തായാലും ഋഷിയും കൂടി പെടണ കേസല്ലേ, അതുകൊണ്ട് മേഡം നമ്മളുടെ സുരക്ഷിതത്വം കൂടെ നോക്കിയിട്ടാണ് ഇതിനകത്ത് ഇടപെടുകയുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ കെവിന് ഫോൺ വിളിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ പ്രഭാവതിയുടെ അടുത്ത് കെവിൻ വന്ന് പറഞ്ഞ ആ ഒരു കാര്യം ശാരിക അറിയുന്നുണ്ട്. അപ്പോൾ ശാരിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നന്ദേട്ടനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ആദ്യം എന്നെ അറിയിക്കുമെന്ന് പറഞ്ഞ കെവിൻ ചേട്ടൻ എന്തിനാ പ്രഭയാൻറ്റീനോട് പോയി പറഞ്ഞ് എന്തായാലും അറിയാത്ത പോലെ കെവിൻ ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന്. അങ്ങനെ ശാരിക ഫോൺ വിളിച്ചതും കെവിൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ കെവിൻ ചേട്ടൻ ഇത് എവിടെയാണെന്ന് ചോദിക്കണം. അന്നേരം എന്താ ശരി ഞാൻ കുറച്ച് തിരക്കിലാന്ന് പറയുമ്പം അല്ല എനിക്ക് കെവിൻ ചേട്ടനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പം എന്ത് കാര്യമാണെങ്കിലും ചോദിച്ചോ. കെവിൻ ചേട്ടനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലെന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുമ്പം കാര്യം എന്ത് കാര്യമാണ് പറഞ്ഞേൽപ്പിച്ചതെന്ന് കെവിൻ ചോദിച്ചതും ശാരിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. അപ്പോൾ കെവിൻ ചേട്ടൻ അത് മറന്നുപോയോ, നന്ദേട്ടനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം കെവിനാണെങ്കിൽ നിന്ന് പരങ്ങുന്നുണ്ട്. ആ സമയത്ത് ശാരിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കെവിൻ പ്രഭാവതിയോട് വന്ന് പറഞ്ഞതെല്ലാം നുണയായിരിക്കുമെന്ന്. എന്നിട്ട് എന്താ കെവിൻ ചേട്ടൻ ഒന്നും മിണ്ടാത്ത, നന്ദേട്ടനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല ശാരി ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതെന്താ കിട്ടാത്ത, കെവിൻ ചേട്ടൻ നന്ദേട്ടനെ കുറിച്ച് അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ല, നന്ദൻ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല എന്ന്. ആ സമയത്ത് ശാരിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കെവിൻ ചേട്ടന് നന്ദേട്ടനെ കുറിച്ച് ഒരു വിവരമില്ലാഞ്ഞിട്ടും കെവിൻ ചേട്ടൻ പ്രഭയാൻറ്റിയോട് ചെന്ന് നന്ദേട്ടനെ മധുരയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്തിനായിരിക്കുമോ, എന്തെങ്കിലും ചതി ഇതിൻ്റെ പിന്നിലുണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ പ്രഭയാൻറ്റിയോട് കെവിൻ ചേട്ടൻ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത് ശാരിക വീണ്ടും ഇവൻ്റെ മനസ്സറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് കെവിൻ ചേട്ടൻ എന്നെ പറ്റിക്കാൻ പറയണതല്ലേ, നന്ദേട്ടനെ കുറിച്ച് ഒരു വിവരവും കെവിൻ ചേട്ടന് കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നു ശാരി ഞാൻ നിന്നെ പറ്റിക്കണേ എന്തിനാ, അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ആദ്യം തന്നെ നിന്നെയല്ലേ അറിയിക്കുള്ളൂ, അത് ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, നന്ദനെക്കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും ആദ്യം നിന്നെ അറിയിക്കുള്ളൂ എന്ന്. നീ വീണ്ടും ഇത് തന്നെ ചോദിക്കണേ എന്തിനാന്ന്. ആ സമയം ശാരികയ്ക്ക് ഈ കെവിൻ്റെ കാര്യത്തിൽ നല്ല സംശയം തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ചന്ദ്രോത്തേക്ക് വരാണ്. ചന്ദ്രമതിയെ കണ്ടതും പ്രഭാവതി ആണെങ്കിൽ
എഴുന്നേറ്റ് ചെന്നിട്ട് ആ ചന്ദ്രമതി എന്നും പറഞ്ഞ് വിളിച്ചു കൂടുന്ന അവിടെ ഇരുത്തുന്ന സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, പ്രഭേ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ആ കെവിൻ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു, കെവിൻ്റെ ഏതോ ഒരു ഫ്രണ്ട് മധുരയിൽ വെച്ച് നന്ദനെ കണ്ടെന്ന്. എന്നിട്ട് ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞു പോയി മധുരയിൽ അന്വേഷിച്ച് നന്ദനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ. പക്ഷേ സിദ്ധുവിനൊന്നും അതിലൊരു താല്പര്യവും കാണുന്നില്ല ചന്ദ്രമതി എന്ന് പറയുമ്പം സിദ്ധാർത്ഥനെ അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു പ്രഭ പറയുന്നത്, നന്ദനെ മധുരയിൽ വെച്ച് കെവിൻ്റെ ഫ്രണ്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ നന്ദനെ അന്വേഷിച്ച് പോവാതിരുന്നേന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അങ്ങനെ കെവിൻ്റെ ഫ്രണ്ടിന് നന്ദനെ കണ്ടത് ഉറപ്പൊന്നുമില്ലല്ലോ, അവനക്കൊരു സംശയം മാത്രമല്ലേ ഉള്ളൂ. ആ പേരും പറഞ്ഞ് നമ്മളെങ്ങനെയാണ് മധുരയ്ക്ക് പോകണേ, ഇനിയിപ്പോൾ മധുരയിൽ ചെന്നാൽ തന്നെ നന്ദനെ എവിടെയാണെന്ന് കരുതിയാൽ കണ്ടുപിടിക്കണേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതിന് മധുരയിൽ ചെന്നാലല്ലേ കണ്ടുപിടിക്കണേ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് സിദ്ധുവിനും അതെ ദേവികയ്ക്കും അതെ നന്ദൻ വന്നോളും എന്നുള്ളൊരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ നന്ദനെക്കുറിച്ച് ഒരു വിവരവുമില്ല. കെവിൻ കൊണ്ടു തന്ന വിവരം ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അന്വേഷിക്കാൻ പോകണമില്ല. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും പ്രഭ, നീ ഒന്ന് സമാധാനപ്പെടുന്നു പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഹരിയേട്ടൻ എല്ലാ കാര്യങ്ങളും ഏറ്റിട്ടുണ്ട്, 1-2 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങും, അതോടുകൂടി നന്ദൻ ഇങ്ങോട്ട് വരികയും ചെയ്യും. അതോർത്ത് പ്രഭ ടെൻഷൻ ആവണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞാലും പ്രഭയ്ക്ക് അത് പറ്റില്ല. പ്രഭ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷനായിക്കൊണ്ടിരിക്കുമെന്ന്. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അരുന്ധതിയുടെ എങ്ങാനും പ്ലാനിൽ നന്ദനെ കടത്തിക്കൊണ്ടോ ഇതായിരിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല, അരുന്ധതി ആവാൻ സാധ്യതയില്ല. അതിനുശേഷം അരുന്ധതി 2 പ്രാവശ്യം ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അവരുടെ മകനെ കൊന്ന കേസിൽ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞിട്ട് ഹാജരാക്കിയില്ല എന്നും പറഞ്ഞ് അതുകൊണ്ട് തന്നെ അവരായിരിക്കില്ല നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. ആ സമയത്ത് നമ്മളുടെ ചന്ദ്രമതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും ചന്ദ്രമതിയോട് ആരോ പറയുന്നുണ്ട്, ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാൻ. അങ്ങനെ ചന്ദ്രമതി ആ വീഡിയോ കണ്ടിട്ട് ഭയത്തോടുകൂടി പ്രഭാവതിയെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ട പ്രഭാവതിയും സിദ്ധാർത്ഥനും പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവർ കാണുന്ന വീഡിയോ ഏതാണെന്നൊന്നും നമ്മളെ കാണിക്കണില്ല. എന്തായാലും നന്ദന ആപത്ത് വരുന്ന എന്തെങ്കിലും ഒരു വീഡിയോയായിരിക്കാം നമ്മളുടെ അരുന്ധതി അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അധികം വൈകാതെ തന്നെ നമ്മളുടെ അരുന്ധതിയുടെയും കെവിൻ്റെയും ഇസബല്ലയുടെയും ഒക്കെ മുഖംമൂടി ദേവിക തന്നെ വലിച്ചു കീറുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.